ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ LGSൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ സിലബസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിന് കുറച്ച് ഭാഗം ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ക്ലാസ്സായിട്ട് ഇതിൽ പറയുന്നത്. അതിൽ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു താന്തിയോ തോപ്പി. അത് വധിക്കപ്പെട്ട വർഷം 1859 ഏപ്രിൽ 18. നമ്മൾ 1857 വിപ്ലവത്തിൽ ഗൊറില്ല യുദ്ധമുറ കൊണ്ടുവന്ന വ്യക്തി അദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നായിരുന്നു. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു. ഇദ്ദേഹം വധിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ശിവപുരിയിലാണ്. താന്തിയോ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നതും ശിവപുരിയിൽ തന്നെയായിരുന്നു. പിന്നെ വേറൊരു വ്യക്തിയാണ് നാനാ സാഹിബ്. ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. പേർഷ്യൻ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായിരുന്നു ഇദ്ദേഹം. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. മൂന്നാം നെപ്പോളിയൻ എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. 1859 നേപ്പാളിലേക്ക് ഇദ്ദേഹത്തിന് നാട് കടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ധോണ്ടു പന്ത് എന്നായിരുന്നു. പിന്നീട് താന്തിയോ തോപ്പി വധിക്കപ്പെട്ട വർഷം 1859 ഏപ്രിൽ 18. ഗോറില്ല യുദ്ധമുറ കൊണ്ടുവന്നു. രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് യഥാർത്ഥ പേര്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു. വധിക്കപ്പെട്ട സ്ഥലം മധ്യപ്രദേശ് ശിവപുരിയിലായിരുന്നു. 1859 മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നതും അവിടെ തന്നെയാണ്. ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന പേർഷ്യ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായിരുന്നു. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ ഇദ്ദേഹമായിരുന്നു. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. 1859 നേപ്പാളിലേക്ക് നാട് കടത്തിയത് ഇദ്ദേഹത്തിനെയായിരുന്നു. യഥാർത്ഥ പേര് ധോണ്ടു പന്ത്. ഇപ്പം നാനാ സാഹിബും താന്തിയോ തോപ്പിയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഇത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ബാലൻസ് ക്ലാസ് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്.